ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ കിച്ചണിൽ ഒരു വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ വേണമെങ്കിലും പറയാം. നമുക്കൊരു പിസ്താഷ്യോ കേക്ക് ആണ് ഇന്നത്തെ റെസിപ്പി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും വായിലിട്ടാൽ അലിയുന്ന ഒരു തരത്തിലുള്ള ഒരു കേക്കാണ്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വരൂ വീഡിയോയിലേക്ക് പോകാം. പിസ്ത കേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് എല്ലാം കൂടി ഇട്ട് 1 ടേബിൾ സ്പൂൺ പാൽ പൗഡർ, മിൽക്ക് പൗഡർ എല്ലാം കൂടി ഇട്ട് 3 പ്രാവശ്യം നമുക്ക് അരച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യം അരച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വച്ചിട്ട് നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 4 മുട്ട, മീഡിയം സൈസ് മുട്ടയാണ്, വലുതാണെങ്കിൽ 3 എടുത്താലും ഒഴിച്ചിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാരയാണ് 1/2 കപ്പ് എടുത്തത്, പൊടിച്ചതല്ല. ഇനി നമുക്കിത് നല്ല ഫ്ലഫി ആയിട്ട് പഞ്ചസാരയും കൂട്ടി ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നല്ല ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ടേപ്പിംഗ് കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കാം. എഗ്ഗും പൊടിച്ച പഞ്ചസാരയും ഫ്ലഫി ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് അടിക്കാം. ഒന്ന് മിക്സ് ആവണം, അത്രയേ ഉള്ളൂ. 1 ടേബിൾ സ്പൂൺ മിൽക്കിലേക്ക് ഇവിടെ ഞാൻ പിസ്ത എസൻസ് മിൽക്ക് മിക്സാണിത്, മാസ്റ്റേഴ്സിൻ്റെ. ഇത് ഒരു 4-5 ഡ്രോപ്സ് ഒഴിക്കുകയാണ്. വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മൈദയിൽ 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് പിസ്താഷ്യോ കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, അത് എടുത്തില്ല. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ 7 ഇഞ്ചിൻ്റെ ഒരു ടിന്ന് ഗ്രീസ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ മിക്സ് ഒഴിക്കാം. ടിന്നിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു സ്ക്വയർ ഉണ്ട്. നമുക്ക് ഇതിലേക്ക് എയർ ബബിൾസൊക്കെ റിലീസ് ചെയ്തിട്ട് 4-5 പ്രാവശ്യം തട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് 180 ഡിഗ്രിയിൽ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ടാപ്പിലാണെങ്കിലും ആദ്യം 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ഹീറ്റ് ചെയ്തിട്ട് ഒരു 40-45 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിനി ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഞാൻ അടിയിൽ തിളച്ച വെള്ളം വെച്ച് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഫിയാനോയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ മെൽറ്റായിട്ട് നമുക്ക് ഒരു 4-5 ഡ്രോപ്സ് പിസ്താഷ്യോ എസൻസ് കൂടി ഇതിലേക്ക് ചേർക്കാം. കളർ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫിയാക്കി വയ്ക്കാം. വിപ്പിംഗ് ക്രീം നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വച്ചിട്ട് നമുക്ക് ഐസിങ് തുടങ്ങാം.
നമ്മുടെ പിസ്ത കേക്ക് നല്ലതുപോലെ ആറി തണുത്ത് 3 ലെയറായിട്ട് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മിൽക്ക് സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. സാധാരണ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതിന് പകരം ഇവിടെ ഒരു മിൽക്ക് സിറപ്പാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. 1/2 കപ്പ് മിൽക്കും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു മിൽക്ക് സിറപ്പ് ഉണ്ടാക്കാം. ഇത് നമ്മുടെ ട്രസ്ല ചീസിൻ്റെ അതേ പോലെയുള്ള ഒരു സിറപ്പാണ്. ആൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്രസ്ല ചീസ്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, വേണ്ടവർക്ക് വാച്ച് ചെയ്യാം. ഇനി നമുക്ക് ഐസിങ് തുടങ്ങാം. ഈ വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റുകയാണ്, കളർ ചേർക്കാൻ വേണ്ടിയിട്ട്, ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കളർ ചേർക്കാനാണ്. ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്ക് തേച്ച് ഒരു ലെയർ കേക്ക് ആദ്യം വയ്ക്കാം. ഇതിലേക്ക് നമ്മുടെ ഈ സിറപ്പ്, ഷുഗറല്ല മിൽക്ക് സിറപ്പ് നമ്മൾ ഒഴിക്കാൻ പാകത്തിൽ ഈ ഗ്ലാസ്സിൽ ഞാൻ ഒഴിക്കുകയാണ്. ഇത് വച്ചിട്ട് വേണം നമുക്ക് നല്ല വെറ്റ് ചെയ്ത് എടുക്കണം. അതിൽ നല്ലതുപോലെ കുതിർന്നിരിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ലതുപോലെ വെറ്റ് ചെയ്തെടുക്കണം ചുറ്റും. സൈഡൊക്കെ നല്ലതുപോലെ വെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിൻ്റെ പുറത്ത് ക്രഷ് ചെയ്ത പിസ്ത കുറച്ച് ഇതായി കൊടുക്കാം. ഇനി അടുത്ത ലെയർ വയ്ക്കാം. ഇതുപോലെ എല്ലാ ലെയറും നമുക്ക് വയ്ക്കാം. 2 ലെയർ വച്ചു. ഇനി 3ാമത്തെ ലെയറും വച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ലതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്രം കോട്ടിങ് കൊടുത്ത് നമുക്ക് കുറച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് അടുത്ത ഡെക്കറേഷൻ ചെയ്യാം. നമ്മുടെ കേക്ക് ക്രം കോട്ടിങ് കൊടുത്ത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇതിൽ ഒഴിക്കാം. ചുറ്റും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഒരു ചെറിയ റോസാട്ടെ ഡിസൈൻസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ഞാൻ ചെയ്യുന്നത്. നടുക്ക് നമുക്ക് കുറച്ച് പിസ്ത ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മുടെ അടിപൊളി പിസ്ത കേക്ക് റെഡിയായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടും വായിലിട്ടാൽ അലിയുന്ന ഒരു രീതിയിലുള്ള ഒരു കേക്കാണ്. നമുക്ക് ഇതൊന്ന് ഇനി കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ടുമുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൺ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നും ഇടുന്ന പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും റിവ്യൂസും എല്ലാം ഉടനുടൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.